നമസ്കാരം. ലളിതാ സഹസ്രനാമം ചർച്ച തുടരുകയാണ്. ഇനി പാർവതി ആണ് അടുത്ത നാമം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പർവ്വതരാജൻ്റെ മകളാണ് പാർവതി. സതിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതവണയായിട്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറയണ്ട. സതിയുടെ മരണശേഷം ശിവന് ഹിമവാൻ്റെ പർവ്വതരാജൻ്റെ മകളായിട്ട് ജനിച്ചു എന്നാണ്, പാർവതിയായിട്ട് ജനിച്ചു എന്നാണ്, ഉമയായിട്ട് ജനിച്ചു എന്നാണ്. പർവ്വതരാജൻ്റെ മകൾ എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു വാക്കിന് പ്രകൃതി എന്നും അർത്ഥം എടുക്കാം. ഈ പർവ്വതങ്ങളും അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ പുത്രിയായിട്ട് വരുന്നതാണ് പ്രകൃതീശ്വരി എന്ന് പറയുന്നത്. അപ്പം അമ്മയുടെ സ്ഥാനവും പുത്രിയുടെ സ്ഥാനമൊക്കെ ദേവിക്ക് തന്നെയാണെന്നർത്ഥം. മകളായിട്ടും ഭാര്യയായിട്ടും അമ്മയായിട്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നവളാണ് സ്ത്രീ. എല്ലാ ഭാവത്തിലും അവളെ ആരാധിക്കും, എല്ലാ ഭാവത്തിലും അവളെ സ്നേഹിക്കും നമ്മൾ. അപ്പോൾ ഇവിടെ പർവ്വതരാജൻ്റെ മകളായിട്ട്, പ്രകൃതിയുടെ തന്നെ ഉൽപ്പന്നമായിട്ട്, പ്രകൃതീശ്വരിയായിട്ട് ദേവിയെ നമ്മൾ സങ്കല്പിക്കണം. പ്രകൃതിയുടെ തന്നെ ഒരു മൂർത്ത സ്വരൂപമായിട്ട്, പർവ്വതരാജൻ എന്ന് പറയുന്ന അമൂർത്ത സ്വരൂപത്തിൻ്റെ മൂർത്ത സ്വരൂപമായിട്ടുള്ള മകളായിട്ടുള്ള മൂർത്ത സ്വരൂപം പാർവതി എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. പാർവതിയായി. പിന്നെ പാർവതിയെ സംബന്ധിച്ച് ശിവനെ രണ്ടാമത് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി, പുരുഷനെ രണ്ടാമത് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയതൊക്കെയാണ്. ഇതേ പാർവതി തന്നെ ആണ് ശ്രീ ലളിതാ പരമേശ്വരിയായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ലളിതാംബികയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാമേശ്വരൻ്റെ പത്നിയും ഇത് തന്നെയാണ്, ആ ശക്തി തന്നെയാണ്. ഈ പർവ്വതരാജൻ്റെ മകൾ എന്നുള്ള സങ്കല്പത്തിൽ വരുന്ന ശക്തിയും അത് തന്നെയാണ്. പ്രകൃതി എന്ന് പറയുന്ന സാക്ഷാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന പ്രകൃതി, ലളിതാ പരമേശ്വരി എന്ന് പറയുന്ന പ്രകൃതിയും, ആ പ്രപഞ്ചത്തിൽ നമുക്ക് മൂർത്ത രൂപത്തിൽ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സൃഷ്ടിയായിട്ട് വരുന്ന ആ മൂർത്ത രൂപത്തിൽ കാണുന്ന ദേവിയും ദേവി തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അതും ഇതും തമ്മിൽ ഭേദമൊന്നുമില്ല. ഇപ്പോൾ പാർവതി വേറെ, ലളിതാ പരമേശ്വരി വേറെ, ശ്രീവിദ്യ വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. ആ ദേവി തന്നെയാണ് ഈ ദേവി, അല്ലെങ്കിൽ ആ ദേവിയുടെ അംശമാണ് ഈ ദേവിയുടെ പൂർണ്ണതയാണ് ഇത് എന്ന് പറയാം. അംശം എന്നൊന്നും പറയാൻ പറ്റില്ല, പൂർണ്ണത എന്ന് തന്നെ പറയണം. കാരണം ഈ ശിവപാർവതി ബന്ധത്തിൽ ശിവനും ശിവശക്തിയായുക്തായതി ഭവതി ശക്തപ്രഭവിതും, പാർവതിയില്ലാതെ ശിവനും നിലനിൽപ്പില്ല. മറ്റ് ദേവന്മാർക്കൊക്കെ ഭാര്യമാരാണ്, ഭരിക്കപ്പെടുന്നവരാണ് ദേവിയെങ്കിൽ വിഷ്ണുവിനാൽ ഭരിക്കപ്പെടുന്നവരാണ് ലക്ഷ്മി എന്ന സങ്കല്പം വന്നാൽ ലക്ഷ്മി വിഷ്ണുവിൻ്റെ പാദം കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക എന്നൊക്കെയാണ് കഥകൾ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തുല്യമാണ്, യാതൊരു സംശയമില്ല. ശിവനായിട്ട് പരിഭവിക്കാനും ശിവനായിട്ട് കലഹിക്കാനും ശിവനുമായിട്ട് തൻ്റെ ആവശ്യപ്രകാരം ശിവനെ നിർത്താനും ദേവിക്ക് സാധിക്കും. ഈക്വലാണ്, അല്ലെങ്കിൽ ഒരു പടി മുകളിലാണ് പാർവതിയുടെ സ്ഥാനം ഭർത്താവിനേക്കാളും. അത്രയ്ക്ക് ശക്തിയുള്ള സ്ത്രീ തന്നെയാണ് പാർവതി എന്ന് പറയുന്നത്. ഭാരതീയ ഇതിഹാസങ്ങളിൽ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് എല്ലാ യാമളങ്ങളും എല്ലാ പുരാണങ്ങളും വരുന്നത്. പുരാണങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. യാമളങ്ങൾ, എല്ലാ ഗ്രന്ഥങ്ങളും താന്ത്രികമായിട്ടും ഈ ആചാരപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം, മൂലഗ്രന്ഥങ്ങളെല്ലാം ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നതായിട്ടാണ്. ചതുഷ്ഷ്ഠ്യാ തന്ത്രം, 64 തന്ത്രങ്ങളും ഭഗവാൻ ദേവിക്ക് ഉപദേശിക്കുന്നത് തന്നെയാണ്. പക്ഷെ ദേവിയുടെ സ്വതന്ത്രത തന്ത്രം, സ്വതന്ത്രം തേ തന്ത്രം, ദേവിയുടെ തന്ത്രം സ്വതന്ത്രമായി നിൽക്കുന്നു. അത് വേറെ ആരുടെ ഉപദേശമില്ല. അതാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. 64 തന്ത്രങ്ങളും ശിവൻ പാർവതിക്ക് ഉപദേശിച്ച് ദേവി വഴിയാണ് ലോകത്തിന് ലഭിക്കുന്നത്. യാതൊരു സംശയവും അതിൽ. സദാശിവ സമാരംഭം, സദാശിവനിൽ നിന്നാണ് ഈ അറിവുകളെല്ലാം പുറപ്പെടുന്നത്. ദേവി വഴിയാണത് ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്നത്. പിന്നെ ദേവി ഇതൊന്നും പോരാതെ 64 തന്ത്രങ്ങളും പ്രാക്ടീസ് ചെയ്ത് പൂർണ്ണ പുരുഷായുസ്സിലെ മുക്തി നേടാൻ ഒരാൾക്ക് സാധിക്കില്ലെങ്കിൽ ഒറ്റ തന്ത്രം മാത്രം മതി, ശ്രീവിദ്യ എന്ന് പറയണത്. ആ ശ്രീവിദ്യാതന്ത്രം കൊണ്ട് പൂർണ്ണമായിട്ട് ഇതിൻ്റെ എല്ലാം ഫലം കിട്ടുമെന്ന് കരുതി ദേവി സ്വന്തമായിട്ട് സൃഷ്ടിച്ചതാണ്. ഇപ്പം പ്രകൃതി, സാക്ഷാൽ ലളിതാ പരമേശ്വരി എന്ന് പറയുന്നതും പ്രകൃതിയുടെ മൂർത്ത രൂപമായ മകൾ എന്നുള്ള സങ്കല്പ മൂർത്ത രൂപമായതും ദേവി തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ലളിതാ പരമേശ്വരി, ലളിതാ സഹസ്രനാമമാണ്. ലളിതയുടെ തന്നെ പല നാമങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം രണ്ടു തമ്മിൽ ഭേദമില്ല എന്നറിയാം. ലളിതയുടെ മറ്റൊരു നാമമാണ് പാർവതി എന്ന് പറയുന്നു. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ സംശയം അറിയാം. കാരണം ലളിതയുടെ സഹസ്രനാമത്തിൽ ദേവിയുടെ തന്നെ ഒരു നാമമാണ് പാർവതി എന്നുള്ളത്. പത്മനയന, താമരക്കണ്ണ്, വളരെ മനോഹരമായ നീണ്ട താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൾ. പത്മനയന, അത്ര ഭംഗിയുണ്ട് കണ്ണുകൾക്ക്. നിറവ് ഏതാണ്ട് ഇളം ചുവപ്പ് നിറത്തിലുള്ള വളരെ നീണ്ട ഭംഗിയുള്ള കണ്ണുകൾ എന്നൊരർത്ഥം. പിന്നെ മറ്റൊന്ന്, താമരയുടെ പ്രത്യേകത
അത് വെള്ളത്തിൽ ജനിച്ച് വെള്ളത്തിൽ വളർന്ന് വെള്ളത്തിൽ തന്നെ അവസാനിക്കുന്നതാണെങ്കിലും ഒരു തുള്ളി വെള്ളം അതിൽ കിട്ടില്ല, അതിൽ പിടിക്കില്ല. എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളവും അതിൻ്റെ തണ്ടും അല്ലെങ്കിൽ പൂവിൻ്റെ ഇതിലൊക്കെ വെള്ളം വേറെ കിടക്കും. വെള്ളം അതിൽ സ്പർശിക്കില്ല, അതിനെ ബാധിക്കില്ല. വെള്ളത്തിൽ ജീവിക്കുന്നതാണെങ്കിൽ വെള്ളത്തെ ബാധിക്കാതെ ജീവിക്കാൻ കഴിയുന്നതാണ് താമര. നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്, നമുക്ക് ചുറ്റുമാണ്. നമ്മൾ ഈ ജനങ്ങളുടെ എല്ലാം ഇടയിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ തന്നെയാണ്, നമ്മളുടെ മനസ്സിലെ ചെളിയിൽ നിന്ന് തന്നെയാണ് ദേവന്മാരെല്ലാം അല്ലെങ്കിൽ ദേവിമാരെല്ലാവരും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ശക്തി ഉണ്ടാകുന്നത്, പ്രകാശം ഉണ്ടാകുന്നതെങ്കിൽ പോലും അത് താമരയിലായിരിക്കണം. എല്ലാ ദേവന്മാരെയൊക്കെ താമരയിൽ നിൽക്കുന്നതായിട്ട്, മഹാലക്ഷ്മിയും പാർവതിയും ഒക്കെ താമരയിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കാനുള്ള പ്രധാന കാരണം തന്നെ നമ്മുടെ മാലിന്യം നിറഞ്ഞ മനസ്സിൽ മാലിന്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. മനസ്സങ്ങനെയാണ്. മനഹി ചഞ്ചലം കൃഷ്ണ. എത്ര വലിയ വില്ലാളിയായാലും എത്ര വലിയ വീരനായാലും എത്ര വലിയ ഭഗവാനായാൽ പോലും മനസ്സിനെ പലപ്പോഴും അതിൻ്റേതായ വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. മനഹി ചഞ്ചലം. പക്ഷെ മനസ്സിൻ്റെ യാതൊരു മാലിന്യവും ബാധിക്കാതെ അവർക്ക് നിൽക്കാൻ, നമ്മുടെ മനസ്സിൽ തന്നെ മനസ്സിൻ്റെ മാലിന്യങ്ങളും നമ്മുടെ ഈ സംസാരമാകുന്ന ബന്ധങ്ങളൊന്നും ഇല്ലാതെ നിൽക്കാൻ ഈ ശക്തിക്ക് സാധിക്കും. അങ്ങനെ നിന്നാലാണ് നമ്മളെ നയിക്കാൻ സാധിക്കുള്ളൂ. ഒട്ടലോടുകൂടി നിന്നാൽ നയിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് മാർഗം കാണിച്ചു തരാൻ സാധിക്കില്ല. മാർഗം കാണിച്ചു തരണമെങ്കിൽ എന്ത് വേണം? നമ്മളിൽ നിന്നും വിട്ടു നിൽക്കണം, നമ്മളുടെ കൂടെ തന്നെ നിൽക്കാൻ വേണം. ഇപ്പോൾ കരയുന്ന ഒരാളുടെ കൂടെ കരഞ്ഞത് കൊണ്ട് അയാൾക്കൊരു സമാധാനം കിട്ടില്ല. കരയുന്ന ഒരാളുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മൾ സമചിത്തതയോടുകൂടി ചിന്തിച്ചാലാണ് ആ കരച്ചിലൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. ഒപ്പം കരയുന്നവർക്ക് പരിഹാരം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നീ കരയുന്നു, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഒപ്പം കരയാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു പരിഹാരം കിട്ടാൻ പോണില്ല. പരിഹാരം എപ്പോഴേ കിട്ടുള്ളൂ? നിൻ്റെ കരച്ചിലിന് ഉള്ള കാരണത്തെ മനസ്സിലാക്കി ആ കാരണത്തിനുള്ള ഒരു പോംവഴി ഞാൻ കണ്ടെത്തുമ്പോഴാണ് അത് പരിഹാരമാവുന്നത്, ആ ദുഃഖമില്ലാതെയാവുന്നത്. അപ്പോൾ ഒരുമിച്ച് ദുഃഖിക്കലല്ല, ഒട്ടി നിൽക്കലല്ല കാര്യം. ആ ദുഃഖത്തിൽ നിന്ന് മാറി എന്ന് ചിന്തിക്കലാണ് കാര്യം. പിന്നെ പത്മനായന ഏതാണ്ട് ഈ അർത്ഥം തന്നെയാണ്. ദേവി നമ്മളെല്ലാം കാണുന്നെങ്കിലും ആ കാണലിൽ ഒരൊട്ടലില്ല. എല്ലാം കാണുന്നുണ്ട്, പക്ഷെ കാണുന്നതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അങ്ങനെ പത്മനായന എന്ന് പറയാം. താമരക്കണ്ണ് എന്ന് പറയുമ്പോൾ എല്ലാം കാണുന്നു, പക്ഷെ ഒന്നും അതിനെ സ്പർശിക്കുന്നില്ല, ഒട്ടുന്നില്ല. അങ്ങനെ ഒട്ടിയാൽ പിന്നെ പരിഹാരം അല്ലെങ്കിൽ ഒരു മാർഗം കാണിച്ചു തരാൻ പറ്റില്ല. മാറി നിന്ന് ചിന്തിച്ചാൽ ആ മാർഗം കാണിച്ചു തരാൻ സാധിക്കുള്ളൂ. പത്മനയന. പത്മരാഗ സമപ്രഭ. പത്മരാഗ കല്ല് പോലെ, പത്മരാഗ എന്ന് പറയുന്ന രത്നം പോലെ ചുവന്ന ശോഭയുള്ള നിറത്തോട് കൂടിയവൾ. പത്മരാഗത്തിൻ്റെ ചുവപ്പ് പോലെ, ചുവപ്പ് ഉത്തേജനം നൽകുന്ന നിറമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തി നമുക്ക് എന്താണ് തരേണ്ടത്? ഉത്തേജനമാണ് തരേണ്ടത്. അതുകൊണ്ട് മഹാസന ഏറ്റവും ഉയർന്ന പീഠത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ അതിൽ നിന്നും ഉത്തേജനം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ചുവപ്പ് എന്ന് പറയുന്നത്. ഉത്തേജനത്തെ നൽകുന്ന, വീര്യത്തെ നൽകുന്ന നിറമാണ് ചുവപ്പ് എന്നാണ് പറയുക. ചില ചുവപ്പൊന്നും വീര്യം തരാൻ തീരെ പറ്റാതെയായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് സാരമില്ല. നമുക്കിവിടെ പത്മരാഗത്തിൻ്റെ സമപ്രഭയോട് കൂടിയവളാണ് ദേവി. പൂർണ്ണമായും ഉത്തേജനം നൽകാൻ പറ്റും. പിന്നെ പത്മത്തിന് രാഗം തോന്നുന്നത് സൂര്യനാണ്. താമരയ്ക്ക് രാഗം തോന്നുന്നത് സൂര്യനോടാണ്. ആ സൂര്യൻ്റെ ഈക്വലായിട്ടുള്ള പ്രഭയോട് കൂടിയവൾ, പ്രകാശമായിട്ടുള്ളവൾ, പ്രകാശസ്വരൂപമായിട്ടുള്ളവൾ എന്ന് അർത്ഥമെടുക്കാം. പൂർണ്ണ പ്രകാശസ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. നമ്മളെപ്പോഴും പറയാറുള്ളതാണത്. അകത്തെ വെളിച്ചമാണ്. വെളിച്ചം എന്തിനാണ്? നയിക്കാനാണ്, മാർഗം കാണിച്ചു തരാനാണ്. നമ്മളൊക്കെ ഇരുട്ടിലാണ് മിക്കവാറും. ഇപ്പോൾ വാമനാവതാരത്തെക്കുറിച്ച് പറയുന്നത് സൂര്യൻ, വാമനൻ എന്ന വാക്ക് സൂര്യരശ്മിക്കുള്ള ഒരു പര്യായമാണ്. സൂര്യരശ്മിയുടെ ഒരു പര്യായത്തിന് വാമനൻ എന്നൊരു പര്യായമുണ്ട് സൂര്യരശ്മിക്ക്. വാമനൻ അവതരിപ്പിക്കുമ്പോൾ, സൂര്യരശ്മി പരക്കുമ്പോൾ ഇരുട്ടാകുന്ന അസുരൻ 3 ലോകങ്ങളെയും വിട്ട് പാതാളത്തിൽ ഒളിക്കും. അതും വാമനാവതാരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിൽക്കുന്ന ഇരുട്ട് ഈ 3 ലോകങ്ങളെയും വിട്ടിട്ട് പാതാളത്തിൽ പോയി ഒളിക്കും. അങ്ങനെയാണല്ലോ മഹാബലിയുടെ കഥ ഉണ്ടാവുന്നത്. അപ്പോൾ വാമനൻ അവതരിക്കുമ്പോൾ മഹാബലിക്ക്, അസുരന് പാതാളത്തിൽ തന്നെ രക്ഷയുള്ളൂ. ഇരുട്ടിന് ഭൂമിയിൽ നിൽക്കാൻ സാധിക്കില്ല. അഹങ്കാരത്തിന് ഭൂമിയിൽ നിൽക്കാൻ സാധിക്കില്ല. മനസ്സിലെ വെളിച്ചം തെളിയുമ്പോൾ അഹങ്കാരമില്ലാതെയോ, അതും ഇരുട്ടാണ്.
എന്നെ കൊണ്ടാണ് എല്ലാം നടക്കണമെന്ന് വിചാരിക്കണ ഇരുട്ടാണ്. അതാണ് ഏറ്റവും വലിയ ഇരുട്ട്. ഞാൻ മൂലം, ഞാൻ കാരണം, എനിക്ക് പറ്റും, ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇരുട്ടിൻ്റെ വകഭേദം തന്നെയാണ്, ആസുരികതയാണ്. ആ അഹംകാരത്തെ ഇല്ലാതെയാക്കണം. അതിനും സൂര്യരശ്മിക്ക് തന്നെയാണ് അകത്തെ പ്രകാശം ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത്. നമ്മളിൽ അണിമയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പഞ്ചപ്രേതാസന, ആസീന, പഞ്ചപ്രേതം ആകുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ. പഞ്ചപ്രേതങ്ങൾ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ, ഈശ്വരൻ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈശ്വരൻ, സദാശിവൻ. ഇങ്ങനെ 5 പ്രേതങ്ങളിലാണ് ദേവി ഇരിക്കുന്നത്. എന്താ പ്രേതാവസ്ഥയ്ക്ക് കാരണം? ദേവിയാണ്, ദേവിയുടെ ആ സാന്നിധ്യമാണ് ഇവരുടെ എല്ലാം ശക്തി. ഇപ്പം നമ്മൾ സൗന്ദര്യലഹരിയിൽ കണ്ടിട്ടുണ്ട്, ശിവശക്തിയായുക്തായ യതി ഭവതി ശക്തപ്രഭവിതം. ശിവന് ശക്തിയായി നിൽക്കുന്നത് ദേവിയാണ്. വാമ എന്ന് പറയുന്ന ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെല്ലാം നിർവഹിക്കാൻ സാധിക്കുന്നത്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് വിഷ്ണുവിന് നിവൃത്തി. മഹാലക്ഷ്മി ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ലക്ഷ്മി ഇല്ലാതെ എന്ത് നിലനിൽപ്പാണുള്ളത്? മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്, ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിലനിൽപ്പിൻ്റെ ദേവനായ വിഷ്ണുവിൻ്റെ സ്വന്തം ധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ജനിച്ച് മരണം വരെയുള്ള അവസ്ഥയ്ക്കൊക്കെ ലക്ഷ്മി തന്നെ വേണം. ഇപ്പം ശിവന് ശക്തിയില്ലെങ്കിൽ ശിവൻ്റെ കാര്യങ്ങൾ നടക്കില്ല. വാമ എന്ന ശക്തിയില്ലെങ്കിൽ ബ്രഹ്മാവിന് കാര്യങ്ങളും നടക്കില്ല. മഹാവിഷ്ണുവിന് ലക്ഷ്മി എന്ന ശക്തിയില്ലെങ്കിൽ മഹാവിഷ്ണുവിനും കാര്യങ്ങളും നടക്കില്ല. പിന്നെ ഈശ്വരൻ, എല്ലാ ഈശ്വരന്മാരും ചേർന്നിട്ടുള്ള ആ ശക്തി, പൂർണ്ണ ഈശ്വര ശക്തി, അതാണ് 4ാമത്തെ കാലം എന്ന് പറയുന്നത്. 4ാമത്തെ പ്രേതം എന്ന് പറയുന്നത്. പ്രേതം എന്ന് പറഞ്ഞാൽ ജഡാവസ്ഥയിൽ അനങ്ങാതെ ഇരിക്കുക. ഇവിടെ സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാലുള്ള ഒരു തൽപ്പം, ഒരു പീഠം. അതിൻ്റെ 4 കാലുകളാണ് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഈശ്വരനും. പിന്നെ സദാശിവനാകുന്ന അതിൻ്റെ പലകയും. ആ തൽപ്പം എന്ന് പറയുന്നത് സദാശിവനാണ്. സദാശിവന് പോലും വിദ്യയെന്ന, അറിവെന്ന, പ്രകാശമെന്ന ആ ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഒന്നും സാധിക്കില്ല. സദാശിവ സമാരം, അറിവിൻ്റെ ഈശ്വരനാണ് സദാശിവൻ. എല്ലാ അറിവുകളും പുറപ്പെടുന്നത് സദാശിവനിൽ നിന്നാണ്. സദാ മംഗളകാരിയായിട്ടുള്ള വ്യക്തി ആരോ അത് ജ്ഞാനമാണ്, പൂർണ്ണജ്ഞാനമാണ് സദാ മംഗളമായിട്ടുള്ളത്. ആ പൂർണ്ണജ്ഞാനത്തിന് പോലും പ്രകാശമായി നിൽക്കാൻ സർവേശ്വരിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇപ്പം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, ഇങ്ങനെ 5 പ്രേതങ്ങളുടെ ആസനത്തിൽ ആസീനയായിട്ടുള്ളവളാണ്, ഇരിക്കുന്നവളാണ് ദേവി. അല്ലെങ്കിൽ ഈ 5നും ശക്തിയെ പ്രദാനം ചെയ്യുന്നത് ദേവിയാണ്. ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഇതിനൊന്നും വർത്തിക്കാൻ സാധിക്കില്ല. പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സദാശിവൻ്റെ അറിവ് എങ്ങനെയാണ്? ദേവി വഴിയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ദേവിയിൽ സദാശിവൻ ദേവിക്ക് കൊടുത്ത ദേവിയാണ് ചതുഷ്ഷഷ്ടിയാകുന്ന തന്ത്രങ്ങളൊക്കെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. നമ്മൾ സദാശിവൻ നേരിട്ട് നമുക്ക് തരല്ല ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചപ്രേതങ്ങളിലും ഇരിക്കുന്നവള്, പഞ്ചപ്രേതങ്ങൾക്കും ശക്തിയായി വർത്തിക്കുന്നവള്, ഈ ദേവിയുടെ സാന്നിധ്യം, ദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇവരൊക്കെ ജഡാവസ്ഥയിലാണ്. അവർക്കൊന്നും അനങ്ങാൻ പറ്റില്ല. ഒരു കർമ്മത്തെ പോലും നിർവഹിക്കാൻ സാധിക്കില്ല. പഞ്ചബ്രഹ്മസ്വരൂപിണി, ശിവന്റെ 5 മുഖങ്ങളാണ്. ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാതൻ, ഇങ്ങനെയുള്ള 5 മുഖങ്ങളാണ് ശിവന് കൽപ്പിക്കുന്നത്. ഈ 5 മുഖങ്ങളായിട്ടും ശിവനിൽ വർത്തിക്കുന്നത് ദേവി തന്നെയാണ്. ഈ 5 മുഖങ്ങൾക്കും ആധാരമായിട്ടും ശക്തിയായിട്ടും വർത്തിക്കുന്നത്, പഞ്ചബ്രഹ്മത്തിൻ്റെയും സ്വരൂപമായി വർത്തിക്കുന്നത് ദേവിയാണ്. ശിവശക്തിയായുക്ത, ശിവന്റെ പൂർണ്ണരൂപത്തിൻ്റെ ആ ആധാരമായി വർത്തിക്കുന്നത്, പഞ്ചബ്രഹ്മങ്ങളുടെയും സ്വരൂപമായി വർത്തിക്കുന്നത് ദേവി തന്നെയാണ്. പഞ്ചബ്രഹ്മത്തിനും സ്വരൂപമായിട്ടുള്ളവൾ. ഈശ്വരൻ്റെ 5 മുഖങ്ങളെയാണ് പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറയുന്നത്. ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാതൻ. ഇങ്ങനെ വടക്കോട്ട് ഈശാനം നിന്ന് ഈശാനകോണിലേക്ക്, പിന്നെ കിഴക്ക് തൊട്ട് 4 ദിക്കുകൾ, തത്പുരുഷൻ തൊട്ട് സദ്യോജാതൻ വടക്ക് അവസാനിക്കണം. അങ്ങനെയുള്ള 4 ശിരസ്സും ഈശാന കോണിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ശിരസ്സും. അങ്ങനെയാണ് ശിവനെ സങ്കല്പിക്കുന്നത്. ഈ 5 സ്വരൂപങ്ങൾ, 5 ശിരസ്സുകളുടെയും സ്വരൂപമായി വർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യമായിട്ട് വർത്തിക്കുന്നത് ദേവിയാണ്.
വെളിച്ചമുള്ളത് കൊണ്ട് ആ കാഴ്ച കിട്ടുന്നത്. അല്ലെങ്കിൽ കാണാൻ സാധിക്കുമോ? ഒന്നും അറിയാൻ സാധിക്കില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ വെളിച്ചമായി നിൽക്കുന്നത് ദേവിയാണെങ്കിലാണ് ആ ഉള്ളത് കൊണ്ടാണ് കാഴ്ച ഉണ്ടാവുന്നത്. ആ കാഴ്ചയ്ക്ക് ആധാരമായി ചൈതന്യ സ്വരൂപമായിട്ട് നിൽക്കുന്നത് ദേവിയാണ് എന്നർത്ഥം. ഏത് ദേവനെ എടുത്താൽ ആ ദേവൻ്റെയൊക്കെ ഉള്ളിലെ ചൈതന്യ സ്വരൂപം ദേവിയാണ്. എന്ത് വസ്തുവും, ദേവൻ വേണ്ട, എന്ത് വസ്തു എടുത്താലും അതിൻ്റെ ചൈതന്യ സ്വരൂപമായിട്ട് നിൽക്കുന്നത് ദേവിയാണ്. അത്രയേ ഉള്ളൂ സങ്കല്പം, അത്രയേ ഉള്ളൂ തത്വം. അങ്ങനെയാണ് പഞ്ചബ്രഹ്മസ്വരൂപിണിയാവണ ദേവി. നമസ്കാരം. ചർച്ച നമുക്ക് തുടരാം.